ഗവർണറുടെ റൂമിന്റെ സ്കെച്ച് ശരിക്കും പരിശോധിക്കുമ്പോൾ ആ റൂമിൽ വലിയൊരു ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നതായി പ്രൊഫസർ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ആ സീക്രട്ട് റൂം ഗവർണറുടെ ടോയ്ലറ്റിന്റെ അകത്താണുള്ളതെന്ന് പ്രൊഫസർ കണ്ടുപിടിക്കുന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? അതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സീക്രട്ട് റൂമിന്റെ കാര്യം പറയുന്നതിന് വേണ്ടി പ്രൊഫസർ പലർമോയെ വിളിച്ച് സംസാരിക്കുന്നു. ഈ സമയത്ത് പലർമോ നമ്മുടെ നൈറോബി മരിച്ച വിവരം പ്രൊഫസറിനോട് പറയുന്നു. ഇത് കേട്ട് പ്രൊഫസർ മുട്ടുകുത്തി താഴെയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നൈറോബി ഇല്ലാതെ എങ്ങനെ ഈ കൊള്ളക്കാരുടെ ടീം മുന്നോട്ട് പോകുമെന്ന്. നൈറോബി മറ്റുള്ളവരെ പോലെയല്ല. അവൾക്ക് കൊടുത്ത ജോലി എന്താണോ അത് മാത്രം വൃത്തിയായി ചെയ്തു കൊടുക്കും. മറ്റുള്ളവരെ പോലെ ഇടയ്ക്കിടയ്ക്ക് മനസ്സ് മാറുന്ന സ്വഭാവമില്ല. ഇപ്പോൾ പ്രൊഫസർ കഴിഞ്ഞാൽ ഈ കൊള്ളയിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് നൈറോബി. നൈറോബിയുടെ മരണം ഈ സീരീസിൽ എവിടെയും കാണാത്ത രീതിയിൽ പ്രൊഫസർക്ക് ദേഷ്യം വരുത്തുന്നു. നമുക്ക് അവർ തന്ന വേദനയ്ക്ക് പകരം 100 ഇരട്ടിയിൽ അവർക്ക് തിരിച്ചു പണി കൊടുക്കണമെന്ന് പ്രൊഫസർ കൊള്ളക്കാരോട് പറയുന്നു. ഇതിനുശേഷമാണ് പ്രൊഫസറുടെ ശരിക്കുള്ള മുഖം നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രയും നാൾ അങ്ങേര് ഭയങ്കര ബുദ്ധിമാനാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷെ ഇനിയാണ് അങ്ങേരുടെ തല മുഴുവനും ഇതിനായി പ്രവർത്തിപ്പിക്കാൻ പോകുന്നത്. അതെ, അങ്ങേരിനി പോലീസിനെ തുരത്തി ഓടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ബാങ്കിന് പുറത്ത് പോലീസ് അറ്റാക്കിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ വിവരം ആന്റോണിയോസിസ് പ്രൊഫസറിനെ വിളിച്ച് പറയുന്നു. പ്രൊഫസർ ഉടനെ ബാങ്കിനകത്തുള്ള കൊള്ളക്കാരെ വിളിച്ച് സംസാരിക്കുന്നു. നമ്മുടെ പ്ലാനുകൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പ്ലാനാണ് വർക്കൗട്ട് ആക്കാനുള്ളത്. അതിനായി ഗാന്ധിയെ ജീവനോടെ വേണമെന്ന് പറയുന്നു. നമുക്കറിയാം ഗാന്ധിക്ക് പുറത്തുള്ള പോലീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. അതുമാത്രമല്ല CCTVയിലൂടെ എല്ലാ വിവരങ്ങളും കാണാനും സാധിക്കും. അതുകൊണ്ട് പാനിക് റൂം ഗവർണറുടെ ടോയ്ലറ്റിന്റെ അടുത്താണെന്ന് പ്രൊഫസർ കൊള്ളക്കാരോട് പറയുന്നു. ആ പാനിക് റൂമിന്റെ ചുവരിൽ ഏതെങ്കിലും ഭാഗത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ആ ലൈൻ ആദ്യം കട്ട് ചെയ്യുക. അതിനുശേഷം ആ ചുവരിൽ ഒരു തുളയുണ്ടാക്കി അതിലൂടെ സ്ലീപ്പിംഗ് ഗ്യാസ് അയച്ച് നമുക്ക് ഗാന്ധിയെ ബോധം കെടുത്താമെന്ന് പ്രൊഫസർ കൊള്ളക്കാരോട് പറയുന്നു. പ്രൊഫസർ പറഞ്ഞതനുസരിച്ച് കൊള്ളക്കാർ ഒരു ഡിവൈസ് വെച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വരുന്ന ചുവർ കണ്ടെത്തുന്നു. ഈ സമയത്ത് പാനിക് റൂമിനകത്തുള്ള ഗാന്ധിയെ ആകെ തളർന്നിരിക്കുകയാണ്. അങ്ങേരുടെ ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിലേക്ക് ടെന്റിൽ നിന്നും ടമായെ വിളിക്കുന്നു. ഇപ്പൊ കൊള്ളക്കാർ ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വരുന്ന ചുവർ ഉടച്ച് നോക്കുമ്പോൾ അതിൽ ഒരു കേബിളും കാണുന്നു. അത് കൊള്ളക്കാർ കട്ട് ചെയ്തിരുന്നു. ഇത് കാരണം ടമയെ വിളിച്ച കോൾ എടുത്ത് ഗാന്ധിയെ സംസാരിക്കാൻ നോക്കുമ്പോൾ അങ്ങേരിക്ക് കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിൽ നടത്താൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ആ കേബിൾ കട്ടായിപ്പോയി. അതുമാത്രമല്ല എല്ലാ CCTVയുടെ ലൈനും ഓഫ് ആവുന്നു. പക്ഷെ എന്തൊക്കെ പുതിയ പ്ലാൻ ചെയ്താലും ആ സ്വർണമൊരുക്കുന്ന പഴയ പ്ലാൻ അതിപ്പോഴും പ്രൊഫസർ മറക്കാതെ എല്ലാവരോടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മോണിക്ക ഈ സമയത്ത് പ്രൊഫസറിനോട് ഒരു കാര്യം പറയുന്നു. റിയോയെ ടോർച്ചർ ചെയ്തതിൽ വളരെ കുറച്ച് മാത്രമേ അവൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവൻ നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒരുപാട് പോലീസ് ടോർച്ചർ അവൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ റിയോ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന എല്ലാ ക്രൂരതകളും പ്രൊഫസറിനോട് പറയുന്നു. മോണിക്ക ഇതിനുശേഷം ഡെൻവറിനെയും കൂട്ടി അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് നൈറോബി മരിച്ച വിവരം അവിടെ ഉള്ളവരോട് പറയുന്നു. അതിനുശേഷം ഇനിയുള്ള അധികാരം മുഴുവൻ എനിക്കാണെന്നും പറഞ്ഞിട്ട് സ്വർണമൊരുക്കാൻ ആരംഭിക്കുന്നു. ഇപ്പോൾ ബാങ്കിനകത്ത് റോമന് നേരത്തെ ഡെൻവറുടെ കയ്യിൽ നിന്നും ഇടികിട്ടിയിരുന്നു. ആ മുറിവിൽ മരുന്ന് കെട്ടിവെക്കുന്നതിന് സഹായിച്ച സ്ത്രീക്ക് റോമൻ ഉറക്കഗുളിക കൊടുത്ത് അവൾ അറിയാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് ആ സ്ത്രീക്ക് ഏകദേശം പിടികിട്ടി. അവൾ ഈ കാര്യം ഒരുവിധം എല്ലാവരും കേൾക്കെ റോമനോട് ചോദിക്കുന്നു. പക്ഷെ റോമൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു. ബാക്കിയുള്ള ബന്ദികൾക്ക് റോമൻ ഒരു A ക്ലാസ് ചെറ്റിയാണ് ഏകദേശം പിടികിട്ടുന്നു. ഗാന്ധിക്ക് നേരത്തെ ആ ഗ്രനേഡ് പൊട്ടിത്തെറിച്ചതിൽ ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്.
അങ്ങേരുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരുപാട് മുറിവുകളുമുണ്ട്. ആ മുറിവെല്ലാം നമ്മുടെ ടോക്കിയോ സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കി കൊടുക്കുന്നു. ടോക്കിയോ രക്ഷപ്പെടാതിരിക്കാൻ ഗാന്ധി അവളുടെ കഴുത്തിൽ മാത്രം ഒരു ലോക്ക് ചെയ്തിട്ടുണ്ട്. അവസാനമായി അങ്ങേരുടെ കഴുത്തിന് പിന്നിൽ ഒരു കമ്പി കയറിയിട്ടുണ്ട്. അതെടുക്കുന്നത് പോലെ കൈ അവിടെ വെച്ചിട്ട് ടോക്കിയോ ആ കമ്പി നോക്കി ഒരൊറ്റിടി കൊടുക്കുന്നു. ഇത് കാരണം ഗാന്ധിയെ ബോധരഹിതനാകുന്നു. ഈ സമയത്ത് നമ്മുടെ മറ്റു കൊള്ളക്കാർ ആ പാനിക് റൂമിൻ്റെ ചുവരിൽ ഒരു ഓട്ടയുണ്ടാക്കി അതിൽ ക്യാമറ വെച്ച് അകത്ത് നടക്കുന്നത് നോക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഗാന്ധിയെ താഴെ കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ടോക്കിയോ ഗാന്ധിയെ കൊന്നുവെന്ന് കരുതി പലരും ഓളിയിടുന്നു. അതുകൊണ്ട് വേഗം എല്ലാവരും ചേർന്ന് ആ പാനിക് റൂമിൻ്റെ ഡോറ് തകർത്ത് അകത്ത് കടക്കുന്നു. അകത്ത് വന്ന കൊള്ളക്കാർ ടോക്കിയോയെ രക്ഷപ്പെടുത്തുന്നു. ഭാഗ്യത്തിന് ഗാന്ധിക്ക് ശ്വാസം നിലച്ചിട്ടില്ല. ഗാന്ധിയെ മരിച്ചാൽ പ്രൊഫസറുടെ ഒരു പ്ലാനും നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഗാന്ധിയെ പോയി ആദ്യം പൾസ് ചെക്ക് ചെയ്തത്. ടോക്കിയോയോട് നൈറോബി മരിച്ച വിവരം ബാക്കി എല്ലാവരും പറയുന്നു. ഈ സമയത്ത് ടെന്റിലുള്ള പോലീസ് അറ്റാക്കിനായി ബാങ്കിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബാങ്കിന്റെ മെയിൻ ഡോർ തുറക്കുന്നു. ഇത് കണ്ട് പോലീസിന് ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ സീക്രട്ടായി ഒരു അറ്റാക്ക് നടത്തണമെന്ന് കരുതിയപ്പോൾ ഇവന്മാർ മെയിൻ ഡോർ തന്നെ തുറന്നിരിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ, മുന്നോട്ട് തന്നെ പോകാമെന്ന് കരുതി പോലീസ് മുന്നോട്ട് പോയി നോക്കുമ്പോൾ ബാങ്കിനകത്ത് കൊള്ളക്കാരും ബന്ദികളും ചേർന്ന് തോക്കും ചൂണ്ടി ആ മാസ്കും ഇട്ട് നിൽക്കുകയാണ്. അതുമാത്രമല്ല, അകത്ത് ഹെൽസിങ്കി പോലീസിന് നേരെ ഒരു മെഷീൻ ഗണ്ണ് പിടിച്ചാണ് നിൽക്കുന്നത്. ഇത് കണ്ട ഉടനെ എല്ലാ പോലീസും പിന്നോട്ട് പോകുന്നു. ഈ സമയത്ത് ബാങ്കിനകത്ത് നിന്നും വലിയൊരു പെട്ടിയുമായി 4 പേർ നടന്നു വരുന്നു. ആ 4 പേരും ഗവർണറുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. അവർ എടുത്തിട്ട് വരുന്നത് നമ്മുടെ നൈറോബിയുടെ മൃതദേഹമാണ്. ഇത് കണ്ട് പുറത്തുള്ള എല്ലാ ജനങ്ങളും ഒരു നിമിഷം നിശബ്ദരായി നിൽക്കുന്നു. അവർ മാത്രമല്ല, അറ്റാക്കിനായി വന്ന പോലീസ് വരെ ആകെ ആശ്ചര്യപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ സീൻ വല്ലാത്തൊരു സീൻ തന്നെയാണ്. ശരിക്കും മണി ഹിസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ സീൻ കണ്ടാൽ തീർച്ചയായും സങ്കടത്താൽ കണ്ണു നിറയും. പ്ലാൻ ബാക്കപ്പ് റിയോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ. അതിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി കൊള്ളക്കാർക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിനായി സ്പെയിൻ നാട്ടിൽ മുഴുവൻ റിയോയെ ടോർച്ചർ ചെയ്യുമ്പോൾ പോലീസ് ജീവനോടെ മണ്ണിട്ട് മൂടിയതായി പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുന്നു. അതുമാത്രമല്ല, റിയോ ബാങ്കിനകത്ത് വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നു. അത് എന്താണെന്ന് വെച്ചാൽ തന്നെ പോലീസ് എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്തു എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായും എന്നെ പോലീസ് ജീവനോടെ മറവു ചെയ്തുവെന്നും സത്യത്തിൽ ഞാൻ ഒരു നിമിഷം മരിച്ചുപോയെന്ന് വരെ കരുതിയെന്നും റിയോ പറയുന്നുണ്ട്. ആ വീഡിയോ ഭയങ്കര വൈറലാവുന്നു. അതുകൊണ്ട് ജനങ്ങളെല്ലാം തെരുവിലിറങ്ങി അവരുടെ എതിർപ്പ് പോരാട്ടമാക്കുന്നു. ജനങ്ങൾക്ക് മാത്രമല്ല ഈ എതിർപ്പ് ടെന്റിലുള്ള ടമോയ്ക്കുമുണ്ട്. എന്തിനാണ് റിയോയെ ഇത്രയ്ക്ക് ക്രൂരമായി ടോർച്ചർ ചെയ്തതെന്ന് ടമയോ ആലിസയോടും പഴയ കേണലിനോടും ദേഷ്യത്തിൽ ചോദിക്കുന്നു. റിയോ പറഞ്ഞതൊക്കെ വെറും നുണയാണെന്ന് നമുക്ക് വരുത്തി തീർക്കാമെന്ന് ആലിസിയ പറയുന്നു. കാരണം റിയോയെ ടോർച്ചർ ചെയ്ത സ്ഥലത്ത് വൈഫൈയോ ഇന്റർനെറ്റോ ക്യാമറയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതായത് അവനെ നമ്മൾ ടോർച്ചർ ചെയ്തതിൻ്റെ ഒരു ആധാരവുമില്ല. ആധാരമില്ലാതെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ലെന്ന് അലീസിയ പറയുന്നു. ഇത് കേട്ടിട്ട് അമ്മയോ കുറച്ച് ശാന്തനാവുന്നു. പക്ഷെ ടെന്റിലുള്ള പോലീസ് ഫ്രീ ആയി ഇരിക്കാതിരിക്കാനാണ് പ്രൊഫസർ മാർസേലിനെ അൾഗേറിയയിലേക്ക് അയച്ചത്. മാർസേൽ ഇപ്പോൾ അൾഗേറിയയിലെത്തി. പോലീസിന്റെ കൂടെ റിയോയെ ടോർച്ചർ ചെയ്യാൻ സഹായിച്ച ഒരു വ്യക്തിയെയും റിയോയെ ടോർച്ചർ ചെയ്ത ആ സ്ഥലവും മാർസേൽ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പഴയ കേണൽ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ച് അതിൽ സംസാരിക്കുകയാണ്. മീഡിയക്കാർ റിയോയുടെ ടോർച്ചറിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ അതിൽ ചോദിക്കുന്നുണ്ട്. അതെല്ലാം വെറും കെട്ടുകഥയാണെന്ന് കേണൽ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ആധാരവുമില്ലാതെ പിന്നെങ്ങനെ റിയോയെ ടോർച്ചർ ചെയ്തത് ഞങ്ങൾ മറച്ചു വെക്കണം. അതാണ് കേണൽ പറയുന്നത്. ഇത് തന്നെയാണ് പ്രൊഫസർക്കും വേണ്ടത്. കാരണം പോലീസ് എത്രയ്ക്ക് നുണ കെട്ടിവെച്ച് പറയുന്നുവോ അതിനെല്ലാം അവർ എണ്ണി ഇനി മറുപടി പറയേണ്ടി വരും. ഈ സമയത്ത്
ആ പ്രസ് മീറ്റിംഗിൽ ഉള്ള എല്ലാവർക്കും ഒരു വീഡിയോ മെസ്സേജ് ലൈവായി ലഭിക്കുന്നു. പ്രൊഫസറുടെ സഹായികളായ പാകിസ്ഥാനുള്ള ഹാക്കേഴ്സാണ് ഇതിന് പിന്നിൽ. നമ്മുടെ മാർസലിന്റെ കസ്റ്റഡിയിലുള്ള ഒരു അൾഗേറിയൻ വ്യക്തിയാണ് ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. പോലീസ് ഞങ്ങൾക്ക് 2 ലക്ഷം യൂറോ തന്നു. ഞങ്ങളും പോലീസും ചേർന്നാണ് ആ റിയോ എന്ന പയ്യനെ ടോർച്ചർ ചെയ്തതെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഇത് കണ്ട് മീഡിയക്കാർ ഇതിനെപ്പറ്റി കേണലിനോട് ചോദിക്കുമ്പോൾ കേണലിന് ഉത്തരം മുട്ടുന്നു. അങ്ങേര് ശരിക്കും ഇപ്പോൾ പെട്ടു. മീഡിയയെ ഇനി തുരത്തി ഓടിക്കാൻ പോകുന്നത് അലീസിയയാണ്. അലീസിയയോട് ഈ കാര്യങ്ങൾ സത്യമാണെന്ന് ചോദിച്ച് അവൾ ഇതെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു എന്നങ്ങാനും പറഞ്ഞാൽ ജനങ്ങൾ ഗവൺമെന്റിന്റെ മേത്ത് ഒരു വിലയും കൽപ്പിക്കില്ല. അതുകൊണ്ട് ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്നും ഗവൺമെന്റിന് ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ലെന്ന് ടമയോ അലീസിയയോട് മീഡിയക്കാരോട് പറയാൻ പറയുന്നു. നീ എന്തായാലും ജയിലിൽ പോകില്ല, കാരണം ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകുന്നു പറഞ്ഞ് ടമയോ അലീസിയയ്ക്ക് ധൈര്യം കൊടുക്കുന്നു. പോലീസ് ഇപ്പോൾ ആകെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. ഇത് തന്നെയാണ് പ്രൊഫസർക്കും വേണ്ടത്. പ്രൊഫസർ ഇപ്പോഴുള്ള സ്ഥലത്തേക്ക് പുതിയ 2 ടീമുകൾ വരുന്നു. ആ ടീമുകളുടെ പേരാണ് ദി ഡാർക്കോ ആൻഡ് ബെഞ്ചമിൻ ടീം. ഡാർക്കോ ടീമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഗൺ യൂസ് ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റുകളാണ്. അവർ അത്രയ്ക്ക് വലിയ സെക്യൂരിറ്റി ഉള്ള സ്ഥലത്തേക്കും പോയി എത്ര പേരെ വേണമെങ്കിലും വെടിവെച്ച് വീഴ്ത്തും. മുൻപ് ഒരിക്കൽ പ്രൊഫസർക്ക് ഇവരുടെ സഹായം വേണ്ടി വന്നിട്ടുണ്ട്, ടോക്കിയോയെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. എന്നാൽ ബെഞ്ചമിൻ എന്നയാളുടെ കീഴിലുള്ള ഒരു ടീമിനാണ് ബെഞ്ചമിൻ ടീം എന്ന് പറയുന്നത്. നമ്മുടെ ഡെൻവറിന്റെ അച്ഛനായ മോസ്കോയുടെ സുഹൃത്താണ് ബെഞ്ചമിൻ എന്നയാൾ. ഇവരുടെ പ്രത്യേകത തുരങ്കമുണ്ടാക്കുന്നതാണ്. ബെഞ്ചമിന്റെ മകളുടെ പേരാണ് ജൂലിയ. അതെ, ജൂലിയ ഇപ്പോൾ ബാങ്കിനകത്ത് ബന്ദികളുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അവൾ തന്നെ. ശരി, ഇവരിപ്പോൾ എന്തിനാണ് പ്രൊഫസറുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? റാക്കേലിനെ രക്ഷിക്കുന്നതിനാണ് ഇവർ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർക്കിപ്പോൾ പ്രൊഫസർ ക്ലാസ് എടുക്കുന്നു. റാക്കേൽ ഇപ്പോൾ ടെന്റിനകത്താണ് ഉള്ളത്. അവിടെ 100 കണക്കിന് പോലീസുമുണ്ട്. അവിടെ നിന്നും റാക്കേലിനെ രക്ഷിക്കുന്നത് ഇമ്പോസിബിൾ ആണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ ഇമ്പോസിബിളായ ആ മിഷൻ സക്സസ് ആക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ നമ്മുടെ പ്രൊഫസർ. ആദ്യം റാക്കേലിനെ ടെന്റിന് പുറത്തേക്ക് കൊണ്ടുവരണം. അത് എപ്പോഴാണെന്ന് പ്രൊഫസർക്ക് അറിയാം. കാരണം റാക്കേലിന് ടെന്റിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത് തന്നെ പ്രൊഫസറാണ്. അതിനായി മാഡ്രിഡ് സിറ്റിയിലുള്ള എല്ലാ ഡിസ്പ്ലേയിലും ഇപ്പോൾ പ്രൊഫസറുടെ മുഖമാണ് കാണുന്നത്. അതെ, പ്രൊഫസർ ലൈവായി ജനങ്ങളോട് സംസാരിക്കുകയാണ്. പോലീസ് ഇല്ലീഗലായി റാക്കേലിനെ ടെന്റിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ്. റാക്കേലിനെ വെടിവെച്ച് കൊന്നതുപോലെ അവർ ഒരു നാടകം കളിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനുള്ള എല്ലാ ഓഡിയോ റെക്കോർഡ് തെളിവുകളും പ്രൊഫസർ കാണിക്കുന്നു. ഇത് കേട്ട് എല്ലാ ജനങ്ങൾക്കും ദേഷ്യം വരുന്നു. ഈ വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് IUIയിൽ നിന്നും ഓഫീസേഴ്സ് ടെന്റിലേക്ക് വരുന്നു. അവർ ഒഫീഷ്യലായി റാക്കേലിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകാനായി പുറത്തിറക്കുന്നു. അതുമാത്രമല്ല, റിയോയെ ടോർച്ചർ ചെയ്തതിന് അലീസിയയെയും നമ്മുടെ പഴയ കേണലിനെയും കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഉന്നത അധികാരികൾ കൂട്ടിക്കൊണ്ടുപോകുന്നു. ടെന്റിന് പുറത്തേക്ക് വന്ന റാക്കേലിനെ കണ്ട് ജനങ്ങൾ ആകെ വികാരഭരിതരാകുന്നു. എല്ലാവരും പോലീസിനെ തട്ടിമാറ്റി റാക്കേലിന്റെ അടുത്തേക്ക് വരുന്നു. റാക്കേലിന് ഒന്നും സംഭവിച്ചിട്ടില്ല, അവൾ ജീവനോടെ തന്നെയുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ജനങ്ങൾ തടിച്ചുകൂടി അവളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് കണ്ട് റാക്കേലിന് ഒരുപാട് സന്തോഷമാവുന്നു. ജനങ്ങൾ എല്ലാവരും നമ്മുടെ കൊള്ളക്കാരുടെ കൂടെയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ സന്തോഷത്തോടെ തന്നെ റാക്കേൽ കാറിൽ കയറി കോടതിയിലേക്ക് പോകുന്നു. ഇതിനാണ് നമ്മുടെ പ്രൊഫസർ കാത്തിരിക്കുന്നത്. റാക്കേലിനെ രക്ഷിക്കാൻ പ്രൊഫസറുടെ കയ്യിലൊരു പ്ലാനുണ്ട്. പക്ഷെ അതിന് റാക്കേലും സഹായിക്കണം. റാക്കേൽ ഇപ്പോൾ പോലീസിന്റെ കൂടെയാണല്ലോ. നമ്മൾ അവളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ തത്രപ്പാടുകൾ അവൾക്കറിയാൻ ഒരു സാധ്യതയുമില്ല. പിന്നെങ്ങനെ റാക്കേലിനെ രക്ഷിക്കാനുള്ള പ്ലാനിൽ അവൾ നമ്മളെ സഹായിക്കുമെന്ന് എല്ലാവരും ചോദിക്കുന്നു. റാക്കേലിന് മുൻപ് തന്നെ ഈ പ്ലാനെ പറ്റി അറിയാമെന്ന് പ്രൊഫസർ പറയുന്നു. കാരണം ഈ പ്ലാനിന്റെ പേരാണ് പ്ലാൻ പാരീസ്. അതെ, പാരീസ് നടക്കാൻ പോവുകയാണെന്ന്
റാക്കിൽ ടെന്റിലുള്ള ആന്റോണിയോസിസ് മുഖേന നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൾ നമ്മളെ സഹായിക്കുമെന്ന് പ്രൊഫസർ പറയുന്നു. എന്താണ് പ്ലാൻ പാരീസ്? ഈ പ്ലാൻ ഉപയോഗിച്ച് പ്രൊഫസർ എങ്ങനെയാണ് റാക്കേലിനെ രക്ഷിക്കാൻ പോകുന്നത്? നൈറോബി മരിച്ചാലും ത്രില്ലിന് ഒരു കുറവും വരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മണി ഹീസ്റ്റിന്റെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കും ഫ്രണ്ട്സ്.